My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 71ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സോർണം എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രമിക്കാം. ഓൾഡ് ക്രോണിക് പീരിയോഡിക് ഹെഡേക്സ് വിത്ത് ഹങ്കർ and often the hunger lasts during the whole headache. Must get up at night to get something to eat. അപ്പോൾ വിശപ്പ് കൊണ്ട് തലവേദന എന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. തലവേദനിക്കുമ്പോൾ വിശക്കുന്നു. തലവേദന എത്രത്തോളം നീണ്ടു നിൽക്കുന്നോ അത്രയും വിശപ്പ് നീണ്ടു നിൽക്കുന്നു. അതൊരു അസാധാരണമായ ലക്ഷണമാണ്. ഹോമിയോപ്പതി ഔഷധങ്ങളുടെ സെലക്ഷനിൽ സാധാരണമായ രോഗലക്ഷണങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇത്തരം അസാധാരണ ലക്ഷണങ്ങൾക്കാണ്. അത് നമ്മളെ മാസ്റ്ററായിട്ടുള്ള സാമുൽ ഹെന്നിമാനും ഡോക്ടർ കെൻറ്റും അടക്കം പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അൺയൂഷ്വൽ സിംറ്റംസ്. ഇതൊരു അസാധാരണ ലക്ഷണമാണ്. തലവേദനിക്കുമ്പോൾ അതിനോടൊപ്പം വിശപ്പ് വരിക. രാത്രി എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കണം. വിശപ്പ് വീണ്ടും. ഓഫൺ ദ ഹങ്കർ ലാസ്റ്റ് ഡ്യൂറിങ് ദ ഹോൾ ഹെഡേക്ക്. തലവേദന എടുത്തോളം നേരം വിശപ്പ് നിലനിൽക്കുന്നു. ഇഫ് ഹി ഗോസ് വിത്തൗട്ട് എ മീൽ ഹി ഹാസ് എ ഹെഡേക്ക്. ആഹാരം കഴിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ടാവും. സാധാരണ കാര്യമാണ്. സാധാരണ വെച്ചാൽ പൊതുവെ പല തലവേദനക്കുള്ളൊരു കാര്യം. വയലന്റ് റഷ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ്, ഹോട്ട് ഫേസ്, ഹെയർ വെറ്റ് വിത്ത് പെർസ്പിറേഷൻ, ഹങ്കർ. തലയിലേക്ക് രക്തം വല്ലാതെ ഇരച്ചു കയറുന്നു, മുഖം ചുവന്ന് തുടുക്കുന്നു. ഇനി സോർണത്തിൻ്റെ തനത് സവിശേഷതയായിട്ടുള്ള അസാമാന്യമായുള്ള വിയർപ്പ്. ആ വിയർപ്പ് കൊണ്ട് തലയിലെ മുടി നനയുന്നു. വിയർത്ത് മുടി നനയുക എന്ന് പറയുന്നൊരവസ്ഥ ചില കുട്ടികളെക്കുറിച്ചൊക്കെ തന്നെ പറയാറുണ്ട്. തലയിലേക്ക് രക്തം ഇരച്ചു കയറൽ, മുഖം ചുവന്നു കൊടുക്കൽ, തല വിയർത്ത് മുടി നനയൽ, ഒപ്പം വിശപ്പ്. എവറി 1, 2 or 3 വീക്സ് എ റിക്കറൻറ്റ് ഹെഡേക്ക്. ഇപ്പോൾ റിക്കറൻറ്റ് ഹെഡേക്കും ഉണ്ട്. ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ചയൊരിക്കൽ, 3 ആഴ്ചയൊരിക്കൽ. പീരിയോഡിസിറ്റി വ്യത്യസ്തമാണ്. എവറി ടൈം ദ എയർ ബ്ലോസ് ഓൺ ഹിസ് ഹെഡ് ഇറ്റ് സ്ലാക്സ് അപ്പ് ദ കാറ്റാറ ആൻഡ് എ ഹെഡേക്സ് കംസ് ഓൺ. കാറ്റടിക്കുമ്പോൾ ജലദോഷം നേർത്തിട്ട്, ജലദോഷം കുറഞ്ഞിട്ട് തലവേദന കൂടുന്നു. ഓരോ തവണയും തലയിൽ കാറ്റടിക്കുമ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ട് തലവേദന ആരംഭിക്കുന്നു. ഈതർ കൊറീസ ഓർ ഹെഡേക്സ് ഫ്രം കാച്ചിങ് കോൾഡ്. തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ തലവേദന. ഹെഡേക്ക് ഈസ് വയലൻറ്റ്, ത്രോബിങ്, പെക്കിംഗ് ആസ് ഓഫ് ലിറ്റിൽ ഹാമേഴ്സ്, റെഡ് ഫേസ്, ഹോട്ട് ഹെഡ്, കൺജസ്റ്റീവ്, അറ്റ് ടൈംസ് സ്വെറ്റ്. അപ്പോൾ തലവേദന വളരെ വയലൻ്റാണ്, വിങ്ങുന്ന തരത്തിലുള്ളതാണ്. കൊച്ചു കൊച്ചു ചുറ്റിക കൊണ്ട് ഇങ്ങനെ തട്ടുന്നത് പോലെ, ചുറ്റിക കൊണ്ട് തട്ടുമ്പോഴുണ്ടാകുന്ന പോലത്തെ വേദന. സാധാരണ പോലെ ചുവന്ന്, മുഖം ചുവന്ന് കൊടുത്ത് തല വല്ലാതെ ചൂടായി, ചിലപ്പോഴൊക്കെ ഇതിനോടൊപ്പം വിയർക്കും. ഹംഗ്രി ഹെഡേക്ക് ഈസ് സച്ച് ആസ് ഹാവ് എ ഡ്രൈ കോഫ് ഇൻ വിൻ്റർ. മഞ്ഞുകാലത്ത് വരണ്ട ചുമ പോലെ ഈ വിശപ്പും തലവേദനയും. ഡ്രൈ, ടീസിങ്, റേക്കിംഗ് കോഫ് വിത്ത് നോ എക്സ്പെക്ടേഷൻ. വല്ലാത്ത വരണ്ട, ആളായിട്ട് കുലുക്കുന്ന ചുമയുണ്ട്, പക്ഷേ കഫം പോരുന്നില്ല. ദ കോഫ് സീസസ് ഹി ഹാസ് എ പീരിയോഡിക് ഹെഡേക്ക്. ഈ ചുമ നിന്ന് കഴിയുമ്പോൾ ഈ പീരിയോഡിക് ഹെഡേക്ക് വരും. സോ കംപ്ലൈൻറ്റ്സ് ഓൾട്ടർനേറ്റ്. രോഗാവസ്ഥകൾ മാറിയും മറിഞ്ഞും വരും. ഈ ലേറ്റൻറ്റ് മയാസിൻസിൻ്റെ, വിശേഷം ലേറ്റൻറ്റ് സോറയുടെ ഒരു ലക്ഷണമായിട്ട് ഡോക്ടർ ഹെന്നിമാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഓൾട്ടർനേഷൻ, സിംറ്റംസിൻ്റെ ഓൾട്ടർനേഷൻ, സൈഡ്സിൻ്റെ ഓൾട്ടർനേഷൻ. അതായത് ഒരു സ്ഥിരത, രോഗലക്ഷണങ്ങൾക്ക് ഒരു സ്റ്റഡി നേച്ചർ, സസ്റ്റെയിനിങ് നേച്ചർ ഇല്ലാത്തൊരവസ്ഥ അത് സോർണത്തിലുണ്ട്. ഉണ്ടോ? കംപ്ലൈൻറ്റ്സ് ഓൾട്ടർനേറ്റ്. Headaches, goes and cough appears and eruption in winter, alternating with headache. അപ്പോൾ തലവേദന പോകുമ്പോൾ ചുമ വരുന്നു, അല്ലെങ്കിൽ
മഞ്ഞുകാലത്ത് പരുക്കളും തലവേദനയും തമ്മിൽ മാറി വരും. സ്കാൽപ്പ് കോൾഡ്, വിയേഴ്സ് ഫർ കാപ്പ് ഇൻ സമ്മർ, വേഴ്സ് അൺകവറിങ് ദ ഹെഡ്, വേഴ്സ് ഫ്രം ഗെറ്റിംഗ് ദ ഹെയർ കട്ട്. മറ്റൊരു അസാധാരണ ലക്ഷണം. തണുപ്പ് കാലത്ത് അല്ല മഞ്ഞുകാലത്ത് രോമത്തൊപ്പി കൊണ്ട് തല മൂടുക എന്ന് പറയുന്നത് സാധാരണ എന്ന് പറയാം. പക്ഷേ വേനൽക്കാലത്തായാലും പൊതുവെ ആളുകൾ ഓപ്പൺ എയർ ആഗ്രഹിക്കുന്ന സമയം, തണുപ്പ് ആഗ്രഹിക്കുന്ന സമയം, ആ സമയത്ത് സോറിനം പേഷ്യൻറ്റിന് ഈ കവറിങ് പറ്റില്ല. സോറിനം പേഷ്യൻറ്റിന് തല കവർ ചെയ്യണം, ഓപ്പൺ എയർ പറ്റില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളം പാലാരിവട്ടത്ത് താമസിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് മുടി വെട്ടാൻ പോകുന്ന ഒരാൾ, മുടിവെട്ടുകാരൻ, ഒരു 60 വയസ്സൊക്കെ എന്ന പ്രായമാണ് അദ്ദേഹത്തിന്. ആള് വേനൽക്കാലത്ത് പോലും ഒരു മുടിവെട്ടാൻ ഒരാൾ ചെല്ലുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഫാൻ ഇടണമല്ലോ. എനിക്ക് ചൂട് പ്രകൃതമായതുകൊണ്ട് ഫാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ ഇടാൻ പറയും. ഇട്ട് കഴിയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഒരു തൊപ്പിയെടുത്ത് തലയും. ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ജലദോഷം എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും. പിറ്റേ മാസം ഇത് ആവർത്തിച്ച് കണ്ടു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ തൊപ്പി നോക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സെയിം പ്രശ്നമാണ്. തലയിൽ കാറ്റ് കൊള്ളാൻ പറ്റില്ല. തലയിൽ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥത. ഞാൻ മറ്റൊന്നും വിചാരിച്ച് നോക്കിയില്ല, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എൻ്റെ താമസസ്ഥലത്തിനും ഈ ഡോക്ടർ ജൻബാബുവിൻ്റെ താമസസ്ഥലത്തിനും തമ്മിലൊരു 3 കിലോമീറ്റർ വ്യത്യാസമാണുള്ളൂ. അതിൻ്റെ ഏതാണ്ട് നടുഭാഗത്താണ് ഈ മുടികട. ഞാൻ അദ്ദേഹം അന്ന് രാത്രി തന്നെ ബാബുചന്ദ്രത്ത് കൊണ്ടുപോയി. അദ്ദേഹം കേസെടുത്തു. പിന്നെ ഒരു ദിവസം കൂടി കേസെടുത്തെന്ന് തോന്നുന്നു. കാരണം കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്, കാർഡിയക് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ മാസം ഞാൻ മുന്നിട്ട് ചെന്നപ്പോഴേക്കും ആളെ ഉപയോഗിച്ചിട്ടില്ല, അത് മാറ്റി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ, മോനെ ഇതുവരെ ഞാനതുകൊണ്ട് ബുദ്ധിമുട്ടി, വളരെ ജോലിയിലും മറ്റുമൊക്കെ വീട്ടിലൊക്കെ പ്രയാസമാണ്. കാരണം രാത്രി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഫാൻ വേണ്ട, ഫാൻ എറിഞ്ഞ തലേന്ന് പ്രശ്നം, ഭാര്യയ്ക്ക് വേനൽക്കാലത്ത് ആർക്കായാലും ഫാൻ വേണമല്ലോ. വലിയ കുടുംബ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, അത് മാറിപ്പോയി. അപ്പോൾ ഇതേപോലെ ഉള്ള അസാധാരണമായ ലക്ഷണങ്ങളെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് പരിഹരിക്കാനും ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് ആശ്വാസവും സന്തോഷവും സമാധാനവും കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ സവിശേഷമായി മനസ്സിലാക്കിയിരിക്കുക. വിയേഴ്സ് ഫർ കാപ്പ് ഇൻ സമ്മർ, വേഴ്സ് അൺകവറിങ് ദ ഹെഡ്. അതിൽ എൻ്റെ ബ്രാക്കറ്റിൽ സൈലേഷ്യോട് കൊടുത്തിട്ടുണ്ട്. വേഴ്സ് ഫ്രം ഗെറ്റിംഗ് ദ ഹെയർ കട്ട്, മുടി വെട്ടുമ്പോൾ വർദ്ധിക്കുന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ബെൽഡോണ ഗ്ലോൺ സെപ്പിയ. ഹെപ്പാർ ഈസ് ഓൾസോ വേഴ്സ് ഫ്രം കോൾഡ്. അപ്പോൾ തണുപ്പടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റു ചില ഔഷധങ്ങളുടെ ലിസ്റ്റ് കൂടി അദ്ദേഹം കൊടുക്കുകയാണ്. തലയുടെ കാര്യത്തിൽ സൈലീഷ്യ, മുടിവെട്ടിനുമ്പോൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ബെല്ല് ഗ്ലോൺ സെപ്പ്, വേഴ്സ് ഫ്രം കോൾഡിൻ്റെ കാര്യത്തിൽ ഹെപ്പാർ. സാൾട്രിയം, സോറിയാസിസ് ഇൻ വിൻ്റർ. മഞ്ഞുകാലത്ത് ഈ എക്സീമ, സോറിയാസിസ് അതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതൊരു സാധാരണ കാര്യമാണ്. വിൻ്ററിൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നതൊരു യൂഷ്വൽ വർധന തന്നെയാണ്. ഡ്രൈ കോൾഡ് വെതർ, കോൾഡ് വെറ്റ് വെതർ, വാഷിംഗ് ഇൻ കോൾഡ് വാട്ടർ, ഡിഷ് വാഷിംഗ് അഗ്രവേറ്റ് ദ സോൾട്രിയം. തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥ, തണുത്ത വെള്ളത്തിൽ കഴുകൽ, പാത്രങ്ങൾ കഴുകൽ, ഇതൊക്കെ ഈ എക്സീമയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ. ഹെയർ ഡ്രൈ, ലസ്റ്റർലെസ്, ടാങ്കിൾസ് ഈസിലി, ഗ്ലൂസ് ടുഗദർ, മസ്റ്റ് കോംബിറ്റ് കണ്ടിന്യൂലി. മുടിയുടെ അവസ്ഥ നോക്കും, മുടി ഉണങ്ങിയിരിക്കുന്നു, കട്ട പിടിച്ചിരിക്കുന്നു. പലരും ഈ ഒരു പ്രയാസം വരാറുണ്ട്. മുടി എത്ര വാരിയാലും ശരിയാവില്ല, അതിന് കട്ട പോലെ ഇരിക്കുന്നു, ഉണങ്ങിയ മുടിയാണ്. അതിനൊക്കെ എണ്ണകൾ മാറി തേക്കൽ, പലതരം ലേപനങ്ങൾ തേക്കൽ, അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷെ അത്തരം അവസ്ഥകളൊക്കെ രോഗലക്ഷണങ്ങളാണ്. അവയ്ക്കും കൂടി യോജിക്കുന്ന ഹോമിയോപ്പതി ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്താൽ അത്തരം പ്രശ്നങ്ങൾ മാറും. ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം
എയർ ഗ്ലൂസ് ടുഗദർ, മുടി ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നു. ക്രോണിക് ഒഫൻസീവ് ഓട്ടോറിയ, thick purulent offensive yellow discharge from the ears, smells like stinging meat, continuous discharge, eruptions about and behind ears. ചെവി സംബന്ധമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചെവിയൊലിപ്പ്, അതിനും ചീഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം, ഒഫൻസീവ് തിക്കാണ്, യെല്ലോ ഡിസ്ചാർജ്, ഒത്തിരി പ്രശ്നമുണ്ട്. ഡിസ്ചാർജ് റിസൾട്ടിങ് ഫ്രം സ്കാർലറ്റ് ഫീവർ, ആക്സസ് ഇൻ മിഡിൽ എയർ, ഒറ്റൈറ്റിസ് മീഡിയ, റപ്ചർ ഓഫ് ഡ്രം, prolonged discharge from such an abscess, fetid discharge. സ്കാർലറ്റ് ഫീവറിന് തുടർന്നുണ്ടാകുന്ന ഡിസ്ചാർജ്, മധ്യകർണത്തിലുണ്ടാകുന്ന പഴുപ്പ്, ഈ ഇയർ ഡ്രം പൊട്ടൽ, അതിൽ ദ്വാരമുണ്ടാകൽ, തുടർച്ചയായ ഡിസ്ചാർജ്, വളരെ ദുർഗന്ധം, സ്വർണത്തിൻ്റെ പൊതുലക്ഷണം ദുർഗന്ധം. ഒട്ടോറിയ വിത്ത് ഹെഡേക്ക്, തിൻ, incorus and horribly offensive like spoiled meat, very offensive, purulent, brown, offensive from left ear for almost 4 years. ഒരു പേഷ്യൻ്റ് ഡിസ്ക്രൈബ് ചെയ്ത കാര്യമാണ്. 4 വർഷമായിട്ട് തുടർന്ന് നിൽക്കുന്ന പ്രശ്നങ്ങൾ, വളരെ ദുർഗന്ധമുള്ളത്, ബ്രൗൺ നിറത്തിലുള്ളത്, തവിട്ട് നിറത്തിലുള്ളത്, ദുർഗന്ധമുള്ളത്. ഒട്ടോറിയ അസോസിയേറ്റ്സ് വിത്ത് വാട്ടറി ഒഫൻസീവ് ഡയറിയ. അപ്പോൾ ഒഫൻസീവായിട്ടുള്ള വയറിളക്കമായിട്ട് ബന്ധപ്പെട്ട് ചെവിയുടെ പ്രശ്നം, വിവിധ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം, കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഓർഗൻസ് എന്ന് പറയില്ലേ. സ്കർഫ്സ് ഇൻ ഇയേഴ്സ് ആൻഡ് ഹ്യൂമിഡ് സ്കർഫ്സ് ബിഹൈൻഡ് ഇയേഴ്സ്, ചെവിയുടെ പിൻഭാഗത്തൊക്കെ ഇങ്ങനെ ചെതമ്പൽ പോലെ, അതാണ് ഈ സ്കെയിലി ആയിട്ടുള്ള ഇറപ്ഷൻസ്. ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അസാധാരണമായ ലക്ഷണമുണ്ട്. റിഗ്സ് ഡിസീസ്, ദ ടീത്ത് ബിക്കംസ് ലൂസ്, ദ ഗംസ് സെറ്റിൽ അവേ, സ്പോഞ്ചി, bleed easily, humid, blue, the teeth fall out. ഒത്തിരി പ്രശ്നങ്ങൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പല്ല് കൊഴിഞ്ഞു പോകുന്നു, പല്ലിൻ്റെ കോട്ടിങ്ങിൽ, എക്സ്റ്റേണൽ കോട്ടിങ്ങിൽ വരെ ആബ്സസ് വരുന്നു. ബ്ലൂ ഡിസ്കളറേഷൻ, അൾസേഴ്സ് അബൌട്ട് ദ ടങ് ആൻഡ് മൗത്ത്, അൾസേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഇൻഫൻസി, ആഫ്തെ, ത്രഷ്, അൾസറേറ്റഡ് സോർ മൗത്ത്, സോർ ത്രോട്ട്, ക്രോണിക് അൾസേഴ്സ് ഓഫ് ത്രോട്ട്, തൊണ്ടയിലൊക്കെ ഒരുപാട് വർണ്ണങ്ങൾ. ക്രോണിക് തിക്കനിങ് ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് ദ വൾവ, എൻലാർജ്മെൻറ്റ് ഓഫ് ടോൺസിൽസ്, പാരോട്ടിഡ്സ് ആൻഡ് സബ്മാക്സിലറി ഗ്ലാൻഡ്സ്, ദേ ബിക്കം ഹാർഡ് ആൻഡ് ടെൻഡർ ടു ടച്ച്, സ്വെല്ലിംഗ് ഫ്രം ടേക്കിംഗ് കോൾഡ്, ഗ്ലാൻഡ്സ് ഓഫ് ദ നെക്സ് സോർ. ഒത്തിരി ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പർട്ടിക്കുലേഴ്സ് ഒരുപാടുണ്ടല്ലേ, തൊണ്ടയുമായിട്ട് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലാൻഡ്സിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ. ഇതൊക്കെ ജനറൽസുമായിട്ട് ചേർന്ന് വരുന്ന കാര്യമാണ്. ജനറൽസ് എഗ്രി ചെയ്യണമെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്ക് അത് ഹീൽ ചെയ്യും. ക്രോണിക് അബ്ഡോമിനൽ അഫെക്ഷൻസ് വിത്ത് ഡിസ്റ്റർബൻസസ് ഓഫ് സ്റ്റൂൾ, ഇപ്പോൾ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. സ്റ്റൂളിൽ ഒരുപാട് ഡിസ്റ്റർബൻസസ്. ഹി വിൽ സ്ട്രെയിൻ ടു പാസ് എ സോഫ്റ്റ് സ്റ്റൂൾ, വളരെ മലം മൃദുവാണ്, പക്ഷേ അതിന് എക്സ്പെൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വരും. അപ്പം അതിന് സമാനത പറഞ്ഞത് നക്സ് മൊസ്റ്റാറ്റ അലൂമിന. അലൂമിന ഇക്കാര്യത്തിൽ വളരെ പ്രസിദ്ധമായ ഔഷധമാണ്, ഡിഫിക്കൽറ്റി ഇൻ എക്സ്പെല്ലിങ്. അപ്പോൾ നക്സ് മൊസ്റ്റാറ്റയുണ്ട്, കൂട്ടത്തിൽ ഇപ്പോൾ സ്വർണ്ണം കൂടി വന്നു. ക്രോണിക് ഡയറിയ, ഹൊറിബിളി ഒഫൻസീവ്, ഫ്രീക്വൻറ്റ് സ്റ്റൂൾ ഡേ ആൻഡ് നൈറ്റ്. ഡയറിയുടെ കാര്യത്തിലും സ്റ്റൂളിൻ്റെ കാര്യത്തിലും ഒക്കെ സ്വർണത്തിന് തനത് സ്വഭാവം, ഒഫൻസീവ്നെസ് ഉണ്ട്. ഫ്രീക്വൻറ്റ് സ്റ്റൂൾ ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും മനം പോകാം. അൺലൈക്ക് സൾഫർ, ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക, അൺലൈക്ക് സൾഫർ ദ റെമഡി ഇറ്റ് മോസ്റ്റ് റിസംബിൾസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സൾഫറുമായിട്ട് ഇതിനൊരു വിയോജിപ്പുണ്ട്. സൾഫർ നേരത്തെ കണ്ടു, ഒരു ഏർലി മോർണിംഗിലൊരു ഡയറിയ. ഇവിടെ അങ്ങനെയല്ല, രാത്രിയും പകലുമുണ്ട്. അപ്പോൾ പല കാര്യത്തിലും സ്വർണം സൾഫറുമായിട്ട് വളരെ സിമിലറാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ സൾഫറുമായിട്ട് യോജിപ്പില്ലെന്ന് കെൻഡ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഹി മസ്റ്റ് ഗോ സെവർ ടൈംസ് ടു പാസ് എ നോർമൽ സ്റ്റൂൾ. ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് എക്സ്പെൽ ചെയ്യേണ്ട ഒരു സ്റ്റൂള് സ്വർണം പേഷ്യൻ്റെ കാര്യത്തിൽ പലതവണ രാവും പകലും ഒക്കെ പലതവണ പോയാലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോണിക് വോമിറ്റിംഗ്, അൾസർ ഓഫ് ദ സ്റ്റൊമക്ക്, ഡിസ്റ്റൻഷൻ ഓഫ് സ്റ്റൊമക്ക് ആർ കോമൺലി അസോസിയേറ്റഡ്. വോമിറ്റിംഗ് ഒരു ക്രോണിക് അവസ്ഥയാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ. എന്ത് വന്നാലും വോമിറ്റിങ്, എന്തിനോട് ചേർന്ന് വോമിറ്റിങ് വരിക, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുക, ക്രോണിക് വോമിറ്റിങ്. അപ്പോൾ
വയറുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ട്. അൾസറുണ്ട്, അതിനോടൊപ്പം വയറ് വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഓൾവേസ് സോർ ബെൽച്ചിങ്, സോർ സ്റ്റൊമക്ക്, പുളിച്ചത് കെട്ടി വരല്, വയറിലൊരു പുളിപ്പ്, വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡി സ്റ്റൂൾസ്, രക്തം ഛർദ്ദിക്കാം, രക്തം കലർന്ന മലമുണ്ടാകാം. അപ്പോൾ വയറിൽ ഈ അൾസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ദിസ് ഇസ് നോട്ട് സ്ട്രെയിഞ്ച് ബിക്കോസ് സോർണ ഹാസ് എ ടെൻഡൻസി ടു ഹെമറേജസ് എസ്പെഷ്യലി ഫ്രം ദി യൂട്രസ്. ഇതിൽ അസാധാരണത്തില്ല, കാരണം സോർണത്തിൽ ഹെമറേജസ് ഉണ്ട് അപ്പോൾ ഓർത്തിരിക്കുക. പക്ഷേ ഹെമറേജ് കൂടുതലും എസ്പെഷ്യലി ഫ്രം യൂട്രസ്, യൂട്രൈൻ ഹെമറേജാണ് സോർണത്തിൽ കൂടുതലുള്ളത്. ബവൽസിൽ നിന്നും ഉണ്ട്. ഓൾ സോർട്സ് ഓഫ് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് എസ്പെഷ്യലി എ പ്രൊളോങ്ഡ് മെൻസ്ട്രേഷൻ, എല്ലാത്തരം മെൻസ്ട്രൽ ഡിസോർഡേഴ്സും ഉണ്ട്. മെൻസ്ട്രേഷൻ ഇങ്ങനെ പ്രൊളോങ് ചെയ്ത് പോകുന്നു. When a woman has passed through an abortion and the placenta has come away, but every few days a little gush of fresh, bright red blood and clots, or going days and weeks with a little oozing of bright red blood, every time she gets on her feet, there is a new start of the flow, no tendency to permanent recovery. അബോർഷൻ കഴിഞ്ഞു, പക്ഷേ ബ്ലീഡിങ് നടക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നു. പ്ലസൻ്റെയൊക്കെ പോയി കഴിഞ്ഞു, എങ്കിലും വളരെ പുതിയ ബ്ലഡ്, പഴയ ബ്ലഡല്ല, കെട്ടിക്കിടക്കുന്ന ബ്ലഡല്ല, ഫ്രഷ് ബ്ലഡ്, ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരുന്നു. ശരിക്കും ആളുകൾ ഭയപ്പെടുന്നൊരവസ്ഥയാണ്. ഇത്തരം അവസ്ഥകളിലൊക്കെ സ്വർണം പോലുള്ള ഔഷധങ്ങൾ, നിരവധി ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹോമിയോപ്പതിയിലൂടെ ഉറപ്പായും സാധിക്കും. 2 റെമഡീസ് ദാറ്റ് ഫിറ്റ് ദി സ്റ്റേറ്റ് ആർ സൾഫർ ആൻഡ് സോർണം. ഈ അവസ്ഥയിൽ യോജിക്കുന്ന 2 ഔഷധങ്ങൾ സൾഫറും സോർണവും. രണ്ടും പരസ്പര ബന്ധമുള്ള ഔഷധങ്ങളാണ്. അതേപോലെ ഒരു അബോർഷനോ മിസ്കാരേജോ കഴിഞ്ഞിട്ട് ബ്ലഡ് പോയി തീരുന്നില്ല, ഫ്രഷ് ബ്ലഡ് വരുന്നു, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബ്ലഡ് പോകുന്നു, ആരും ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും കേസുകളുണ്ടാകുമ്പോൾ ഡോക്ടേഴ്സും പാനിക്കഡായി പോകരുത്. പകരം ഉചിതമായിട്ടുള്ള ഔഷധങ്ങൾ നോക്കുക. സൾഫറും സോർണവും ആ കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന 2 ഔഷധങ്ങളാണ്. എ മാർക്ഡ് സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ, സബ് ഇവല്യൂഷൻ. അപ്പോൾ ഈ യൂട്രസ് റിലാക്സ്ഡ് ആയതുകൊണ്ടാണ്, വെയിൻസ് റിലാക്സ്ഡ് ആയതുകൊണ്ടാണ് അത് ബ്ലീഡിങ്ങിനെ അത് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റിലാക്സേഷൻ ഉള്ളത് പ്രശ്നം. ദ യൂട്രസ് ഡസ് നോട്ട് ഗോ ബാക്ക് ടു ഇറ്റ്സ് നോർമൽ സൈസ് ആൻഡ് ദർ ഇസ് ഇസ് ടെൻഡൻസി ടു ബ്ലീഡ്, എ സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യയാണ് ഈ മിസ്കാരേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞിട്ട് യൂട്രസ് അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. റിലാക്സേഷനാണ്, ഇനേർഷ്യയാണ്. ബ്ലഡ് വെസൽസിനൊക്കെ ഇനേർഷ്യയുണ്ട്. അങ്ങനെയാണ് ഈ ഊസിങ് ഓഫ് ബ്ലഡ് വരുന്നത്. അതിന് അറസ്റ്റ് ചെയ്യാനായിട്ട് സോർണവും സൾഫറും ഉപകരിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഒത്തിരി വിലപ്പെട്ട അറിവുകൾ നമുക്ക് കിട്ടി. പല ഔഷധങ്ങളുടെ കമ്പാരിസൺ നമുക്ക് കിട്ടി. ഇനി സ്വർണത്തിൻ്റെ അടുത്ത ഭാഗം, സ്വർണത്തിൻ്റെ അവസാനത്തെ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.